എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന റയൽ മാഡ്രിഡ് വിയസ് ആഴ്സണൽ മത്സരത്തെ കുറിച്ചിട്ടാണ്. അത് എമിറേറ്റ്സിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു മത്സരത്തിൽ 3-0 എന്നുള്ള മാർജിനിൽ റയൽ മാഡ്രിഡിനെ ആഴ്സണൽ പൂത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ റയൽ മാഡ്രിഡിന്റെ ആ ഒരു 16th ആ ഒരു UCL ടൈറ്റിൽ എടുക്കാനുള്ള ആ ഒരു ആവേശമൊക്കെ കുറയുന്നതായിട്ടും ഏകദേശം റയൽ മാഡ്രിഡ് ഈ ഒരു UCL ക്യാമ്പയിന് ഔട്ട് ആകണമായിരിക്കുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ആരാധകരുടെ ഒരു ഇതിലേക്ക് വരുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ ആഴ്സണൽ ആ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എക്സ്പെഷ്യലി ആ ഒരു മത്സരത്തിൽ ആഴ്സണലിന് ജയിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് റൈസിന്റെ ആ ഒരു ഫ്രീക്കുകളാണ്. ഒരു ഫ്രീ കിക്ക് അല്ല, രണ്ട് നല്ല കിടുക്കാച്ചി ഫ്രീ കിക്കുകളാണ് റൈസ് ആ ഒരു ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ആ ഒരു ഫസ്റ്റ് ഫ്രീ കിക്ക് എനിക്ക് ഏകദേശം കൺഫേം ആയിരുന്നു ഇത് സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഫ്രീ കിക്ക് ആണെന്നുള്ളത്. പക്ഷേ സെക്കൻഡ് ഫ്രീ കിക്കിലേക്ക് ആ ഒരു ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പൊസിഷനൊക്കെ ഈ ഒരു റൈസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കൃത്യമായിട്ടൊരു പൊസിഷനിങ് ആണ് ആ ഒരു സെക്കൻഡ് ഫ്രീ കിക്ക് എന്ന് പറയുന്നത്. ആ ഒരു നോർമൽ ഫ്രീ കിക്ക് ടേക്കറിനെ കൊണ്ട് ഈസി ആയിട്ട് ടാർഗറ്റിലേക്ക് ഉതിർക്കാൻ പറ്റുന്ന ഫ്രീ കിക്കാണ്. പക്ഷേ എന്റെ മനസ്സ് പറഞ്ഞത് ചിലപ്പോൾ അതൊരു ഗോളാകാൻ ചാൻസ് ഇല്ല എന്നാണ്. പക്ഷെ അതും റൈസ് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫോഴ്സിലേക്ക് അടിച്ചിരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു റയൽ മാഡ്രിഡിന്റെ ഹോപ്പുകളൊക്കെ അവസാനിപ്പിച്ചിട്ടുള്ള ഒരു മത്സരമായിരുന്നു അത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ റയൽ മാഡ്രിഡിന്റെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു സാന്റിയാഗോ ബെർണാബ്യൂവിലാണ് നെക്സ്റ്റ് ലെഗ് എന്നുള്ളതാണ്. പക്ഷെ അവിടെ റയൽ മാഡ്രിഡിന് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 3 ഗോൾ അടിക്കണം മിനിമം. ഒരു ഫസ്റ്റ് ആ ഒരു 90 മിനിറ്റിൽ ആ ഒരു കളിന്റെ ഫുൾ ടൈമിൽ 3 ഗോളുകൾ അടിക്കണം. പിന്നുള്ളത് 4 ഗോൾ അടിച്ചാലേ ഈ ഒരു ക്യാമ്പയിന് മുന്നോട്ട് ഒരു സെമി ഫൈനൽ പ്രവേശനം റയൽ മാഡ്രിഡിനെ കൊണ്ട് സാധ്യമാകുള്ളൂ. അതുകൂടാതെ ഒരു ഗോള് ആഴ്സണലിന്റെ അടുത്ത് നിന്ന് വഴങ്ങുകയും ചെയ്ത് അങ്ങനത്തെ ഒരു പെർഫോമൻസ് റയലിനെ കൊണ്ട് സാധ്യമാകുന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ റയൽ മാഡ്രിഡിന്റെ ഡിഫൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ റയൽ മാഡ്രിഡ് ബെർണാബ്യൂവിൽ വെച്ച് കണ്ട ഒരു കളി ജയിച്ചേക്കാം. പക്ഷെ ആഴ്സണലിന്റെ ഈ ഒരു 3 ഗോളിന്റെ ആ ഒരു ലീഡ് ചിലപ്പം ആ ഒരു മറികടക്കാൻ റയലിനെ കൊണ്ട് സാധിക്കൂല. കാരണം റയൽ അവിടെ ഒരു ഗോൾ അടിച്ചാൽ ചിലപ്പോൾ നല്ലൊരു പ്രസ് വന്നാൽ ഈ ഒരു റയൽ മാഡ്രിഡിന്റെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ വളരെ പരിതാപകരമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡിഫൻസ് പെട്ടെന്ന് പൊളിയും, ആ ഒരു ഗോള് കയറുക തന്നെ ചെയ്യും. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇപ്പം റയൽ മാഡ്രിഡ് ഡിഫൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സാന്റിയാഗോ ബെർണാബ്യൂവിലാണ് കളി. അവിടെ എന്ത് വേണമെങ്കിലും നടക്കാം. നമ്മൾ കഴിഞ്ഞ സീസണിലും അതിന് മുന്നത്തെ സീസണിലും പല തവണ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷനിൽ വെച്ച് റയൽ മാഡ്രിഡിന്റെ കംബാക്കുകൾ തൂക്കിയെറിയൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എക്സ്പെഷ്യലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓർമ്മ വരുന്ന ഒരു മെയിൻ മത്സരം എന്ന് പറയുന്നത് സിറ്റി വിഎസ് റയൽ മാഡ്രിഡ് മത്സരം 2022 നടന്ന ഒരു സെമി ഫൈനൽ മത്സരമാവും. സിറ്റി ഏകദേശം എല്ലാം കൺഫേം ആയിട്ട് നിൽക്കുകയാണ്. ഏകദേശം 88-89 മിനിറ്റ് ഒക്കെ എത്തിയപ്പോൾ എല്ലാവരും സിറ്റി ആ ഒരു ഫൈനൽ പ്രവേശനം നടത്തി. 2022 ഒരു ഫൈനൽ പ്രവേശനം തുടർച്ചയായി സിറ്റി ഫൈനലിലേക്ക് കടന്നു എന്നുള്ളത് വിലയിരുത്തുകയാണ്. പക്ഷേ ഈ ഒരു എക്സ്ട്രാ ടൈം വന്നപ്പോൾ ആ ഒരു റോഡ്രിഗോ കളത്തിലിറങ്ങിയപ്പോൾ ആ 2 ഗോള് പെട്ടെന്ന് വന്ന് സിറ്റിൻ്റെ ആ ഒരു ഡ്രോ ആക്കിങ്ങാണ്ട് ഈ എക്സ്ട്രാ ടൈമിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ തന്നെ പല മാഡ്രിഡിസ്റ്റാസും അല്ലെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ ഫാൻസും ഉറപ്പിച്ചിട്ടുണ്ടാവും റയൽ മാഡ്രിഡ് തന്നെയാവും ഈ ചാൻസ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ള ക്ലബ്ബാണ്, ഒരു മിറാക്കിൾ ക്ലബ്ബാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. അപ്പം റയലിനെ ഈ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് ആർക്കും തള്ളി പറയാൻ പറ്റൂല. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ വെച്ചുകൊണ്ട് ആ ഒരു ഡിഫൻസ് മോശമാണെന്നൊക്കെ പറഞ്ഞാണ് ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ വ്യാഴാഴ്ച ചിലപ്പോൾ റയൽ മാഡ്രിഡ് കംബാക്ക് അടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആസ് എ റയൽ മാഡ്രിഡ് ഫാന് ഒരു കംബാക്കിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എന്തായാലും ബെർണാബ്യൂവിൽ വെച്ചുകൊണ്ട് ആഴ്സണൽ ജയിക്കൂല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ സെക്കൻഡ് ലെഗ് എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് തന്നെയാണ് ഞാൻ വിൻ പ്രോബബിലിറ്റി കണക്കാക്കുന്നത്. പക്ഷേ ആ ഒരു 3 ഗോളിന്റെ ലീഡ് റയലിനെ കൊണ്ട് മറികടക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് സാധിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ റയലിന് ഈ ഒരു ബെർണാബ്യൂവിൽ വെച്ചുകൊണ്ട് ആ ഒരു മത്സരം വിജയിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു 3 ഗോളിന്റെ ഒരു മാർജിന് മറികടന്നുകൊണ്ട് ഒരു കംബാക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെമി ഫൈനൽ പ്രവേശനം നടത്താൻ വളരെ ചാൻസ് കുറവാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ റയൽ മാഡ്രിഡ് ആണ് മിറാക്കുകൾ സംഭവിച്ചേക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.